ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. രണ്ടുപേർക്ക് റീഫണ്ട് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഇപ്പൊ വന്നാണല്ലോ, അതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴും അവർ പറയുമായിരുന്നു എല്ലാവർക്കും ബ്ലാക്ക് സാരിയാണ്. നമ്മൾ എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അത് അത്ര ഈസി അല്ല ഇത്. പിന്നെ ഇന്ന് ഞാനിപ്പം ഒരു ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാനൊരു ന്യൂസ് അറിഞ്ഞു, ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സിനിമയിലോട്ട് പോവാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴി വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തി എന്ന ലേബലാണ്. കഷ്ടപ്പാടില്ല എന്ന് പറയുന്നുണ്ട്. കഷ്ടപ്പാടുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട്. ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ട് ആനന്ദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കഷ്ടപ്പെടണമല്ലോ, ഏത് പ്രൊഫഷനിലാണ് കഷ്ടപ്പെടണം. പ്രൊഫഷൻ മീൻസ് എന്താണ്? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പൈസ കിട്ടുന്നു, ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ പ്രൊഫഷൻ. ഈ ആരാധകരെ നിരാശപ്പെടുത്താതിരിക്കുക എന്നുള്ളതിൽ തന്നെ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലേ? എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ബൈറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, അറിയാമോ നിങ്ങൾക്കൊരു ഫാമിലി ഇല്ലേ? അവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്. ചോക്കോബാറിൻ്റെ ഒരുപാട് ആഡ് ഞാൻ കണ്ടിട്ടുണ്ട്. കീർത്തി സുരേഷിൻ്റെ ഒരു ആഡ്, അത് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ